നമസ്കാരം. എൻ്റെ ഒരു ചെറിയൊരു അനുഭവം പങ്കുവെക്കാനാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ വോയിസുമായി വന്നത്. ഞാൻ ഗുരുജിയെ പരിചയപ്പെടുന്നത് ഫേസ്ബുക്ക് വഴിയാണ്. എൻ്റെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും രോഗങ്ങളായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുകളിലാണ് കടന്നു പോയിരുന്നത്. അങ്ങനെ ഗുരുജീൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചു. ആദ്യമായി ക്ലാസ്സിൽ പങ്കെടുത്തു. ചക്ര ഹീലിംഗ് ആണെങ്കിലും NLP ആണെങ്കിലും കുണ്ടലിനി മെഡിറ്റേഷൻ ആണെങ്കിലും ഏത് ക്ലാസ് ആയാലും ഞാൻ മിസ്സാക്കാതെ ഗുരുജിൻ്റെ ക്ലാസ്സിൽ കയറാൻ ശ്രമിക്കുമായിരുന്നു. കാരണം ഓരോ ക്ലാസ്സിൽ നിന്നും കിട്ടുന്നത് പുതിയ പുതിയ അറിവുകളും എക്സ്പീരിയൻസും ആണ്. 2-3 ആഴ്ച ഞാൻ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. ചക്ര ഹീലിങ്ങും കുണ്ടലിനി മെഡിറ്റേഷനും ഒക്കെ ചെയ്തതിന് ശേഷം ഗുരുജിൻ്റെ ആശ്രമത്തിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുട്ടികളും ഫാമിലി അടുക്കി 2 ദിവസം അവിടെ ഞങ്ങൾ താമസിച്ചു. പ്രത്യേക ഒരു വൈബുള്ള ഒരു സ്ഥലം തന്നെയാണ് ആശ്രമം. അവിടെ പോയവർക്ക് അത് മനസ്സിലാവും. പോവാത്തവർ അവിടെ തീർച്ചയായും ഒന്ന് പോവണം. എന്നാലേ അവിടുത്തെ എനർജിയും അവിടുത്തെ വൈബുകളും മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ. ഭക്ഷണം പാകം ചെയ്യുന്നതും ഗുരുജിൻ്റെ കെയറിങ്ങും എല്ലാം അവിടുന്ന് പ്രത്യേക ഒരു മനസ്സിനൊരു കുളിർമ നൽകുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. ചക്ര ഹീലിംഗ് ചെയ്തു. ഹീലിംഗ് ഒക്കെ നല്ല പോലെ അനുഭവിച്ചറിയാൻ സാധിച്ചു. എൻ്റെ മനസ്സിലെ ഡിപ്രഷനും പ്രശ്നങ്ങളും മാനസികമായ പിരിമുറുക്കങ്ങളും ഒക്കെ അവിടുന്ന് എനിക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. ഞാൻ ഗുരുജിൻ്റെ അടുത്ത് പോയി എൻ്റെ പ്രശ്നങ്ങൾ കരഞ്ഞു പറഞ്ഞ പ്രശ്നങ്ങളാണ്. എൻ്റെ കരച്ചിൽ കേട്ട് ഗുരുജിയും കൂടി കരഞ്ഞിപ്പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ വ്യാസൻ സാറും അതേപോലെ ആബിദ് സാറ് അതേപോലെ സ്വാമി ഉണ്ടായിരുന്നു. സ്വാമിൻ്റെ പേരിപ്പോൾ എനിക്ക് ശരിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. 2-3 പേര് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റുള്ളവരുള്ളത് എനിക്ക് പേരറിയാത്തവരുമാണ്. അവർക്കറിയാം ഞാൻ പറഞ്ഞ അനുഭവങ്ങൾ. അവിടുന്ന് കരഞ്ഞ് പറഞ്ഞപ്പോൾ അവർ വരെ വിഷമത്തിലായിപ്പോയി. അതെല്ലാം മാറി. അവിടുന്ന് ദീക്ഷ സ്വീകരിച്ച് മന്ത്രദീക്ഷയൊക്കെ സ്വീകരിച്ച് ഞാൻ പോന്നു. ഇപ്പോൾ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എൻ്റെ വീടിന് പ്രശ്നങ്ങൾ മാറി സാമ്പത്തികമായി വളരെയധികം ഞങ്ങൾ മുന്നോട്ടാണ്. ഒരു രീതിയിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ല. എല്ലാ പരിഹാരങ്ങളും കഴിഞ്ഞു. ഗുരുജിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഉയർന്ന നിലയിൽ തന്നെയാണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഉയർച്ചയിലാണ്. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ. അതുകൊണ്ടൊരു സന്തോഷം കൊണ്ടാണ് ഞാൻ ഇതിൽ വന്നത്. പിന്നെ 2 ആഴ്ച ആയപ്പോൾ ഞാൻ ഗുരുജിൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് മന്ത്രദീക്ഷയും സ്വീകരിച്ചു. പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. മനസ്സിനും സുഖം, വീട്ടിലും സുഖം. കുട്ടികൾക്ക് ഒരസുഖമില്ല, പഠിത്തത്തിനും മുന്നോട്ടാണ്. എല്ലാം കൊണ്ടും മെച്ചാണ്. സാമ്പത്തികമായിട്ടും ഭയങ്കര കടങ്ങളിൽ അകപ്പെട്ടിട്ടാണ് ഞാൻ ഗുരുജിൻ്റെ അടുത്ത് പോയിരുന്നത്. കടക്കണികളിൽ നിന്നൊക്കെ മാറി ഒരു മോചനം കിട്ടി. നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു. തീർച്ചയായും ഈ ക്ലാസ് കയറി എല്ലാവരും ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ഗുരുജി പറയും പോലെ ഫോളോ അപ്പ് ചെയ്താൽ എല്ലാവർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. സാമ്പത്തികം കൊണ്ടും മനസ്സമാധാനം കൊണ്ടും എല്ലാം കൊണ്ടും എല്ലാവരും ഗുരുജിൻ്റെ ആശ്രമത്തിൽ പോയി ഗുരുജിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങണം. അതേപോലെ ഗുരുജി പറയുന്നത് എന്താണോ മെഡിറ്റേഷനിലൂടെ ആയാലും ഗുരുജി എന്തൊക്കെ പറയുന്നുണ്ടോ ഗുരുജിൻ്റെ ഇതിലൂടെ പിന്തുടർന്ന് ഗുരുജി പറയുന്നതനുസരിച്ച് കേട്ട് പ്രവർത്തിച്ചാൽ എല്ലാവർക്കും നമ്മളെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാവും, മുന്നോട്ട് വരും. ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. എനിക്ക് വളരെയധികം സന്തോഷമാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ കടങ്ങളൊക്കെ മാറി. ഒരു 10 ലക്ഷത്തിൻ്റെ അടുത്ത് കടമുണ്ടായിന് ഗുരുജിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്നപ്പം. അതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും. ഞങ്ങളെ ബിസിനസ് വൻ ഉയരത്തിലാണ്, ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒക്കെ ഡള്ളേനി ഗുരുജിൻ്റെ അടുത്ത് ചെന്നപ്പോൾ. ബിസിനസ്സൊക്കെ ഫുള്ള് മൂവിങ് ആയി. നല്ല മെച്ചത്തിലാണ്, ഉഷാറാണ്.